എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുഞ്ചൂസിൻ്റെ 28ൻ്റെ ചടങ്ങുകളാണ് ഇന്ന് ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. ഇതിൽ കലം തൊടുന്ന ചടങ്ങാണ്. കത്തി കൊണ്ട് ഈ 3 കലങ്ങളും 3 പ്രാവശ്യം തൊട്ട് അതിന് മുകളിൽ കത്തി കൊണ്ട് കയറി അതിൽ ചോറെടുത്ത് കഴിക്കണം. അങ്ങനെ കഴിച്ചു. അതുപോലെ തൊട്ടടുത്ത് കിണ്ടിയിലും കുറച്ച് സാധനങ്ങളൊക്കെ വാഴയിലയിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതും കത്തി കൊണ്ട് ഇങ്ങനെ കീറി ഓരോന്നേച്ച് എടുക്കണം. അങ്ങനെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ഗോൾഡാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്നൊന്നും അറിയില്ല. വല്യമ്മയാണ് എല്ലാം മുന്നിട്ട് നിന്ന് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്നതാണ് എൻ്റെ വല്യമ്മയാണ്. മോനെ വന്ന് കുളിപ്പിക്കാനും ഒക്കെ വല്യമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതാ ഗോൾഡ് കിട്ടി, പിന്നെ അരി, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ കലം തൊടുന്ന ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വല്യമ്മയോട് ഇതേപോലെ ചോദിച്ച്, അപ്പോൾ പറഞ്ഞെന്നുള്ളത് നമ്മൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കലം തൊടൽ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലൊക്കെ കയറി ചെറിയ ജോലികളൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് വല്യമ്മ പറഞ്ഞുള്ളത്. അങ്ങനെ ചെറിയൊരു രീതിയിൽ ഒരു ചടങ്ങ് നടത്തി. ഈ ഒരു ദിവസം തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ആദ്യമായിട്ട് കൺമഷിയൊക്കെ എഴുതി കൊടുക്കുന്നത്. മോന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കൺമഷിയാണ് എഴുതി കൊടുക്കുന്നത്. വീട്ടിൽ തന്നെ പറമ്പിലുള്ള പൂവാങ്കുറുനിലേൻ്റെ ഇല, അതിൻ്റെ നീരെടുത്ത് തുണിയിൽ മുക്കി ഉണക്കി അത് തിരി കത്തിച്ചിട്ട് ഉണ്ടാക്കിയ കൺമഷിയാണ് ഉപയോഗിച്ചത്. അവൻ തീരെ സമ്മതിക്കുന്നില്ലായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ചെറിയ ചടങ്ങാണല്ലോ, അങ്ങനെ എഴുതി കൊടുത്ത് ആകെ കോളായിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കലം തൊടുക, പിന്നെ കൺമഷി എഴുതി കൊടുക്കൽ, പൊട്ട് തൊടിയിക്കൽ ഒക്കെ നമ്മൾ ആദ്യമായിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും ഉണ്ട്. ആദ്യമായിട്ട് കണ്ണെഴുതുന്നൊരു ചടങ്ങായതുകൊണ്ടാണ് ഉണർന്നിരിക്കുമ്പം തന്നെ കണ്ണെഴുതിയത്. ശരിക്കും ഉറങ്ങുന്ന സമയത്ത് എഴുതുകയാണെങ്കിലാണ് നമുക്ക് നല്ല നീറ്റിൽ നല്ല ഭംഗിയിൽ നമുക്ക് എഴുതി കൊടുക്കുക. ഉണർന്നിരിക്കുന്ന സമയത്ത് നല്ല റിസ്കി ഗെയിമാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ കളിക്കുന്നത്, എങ്ങനെയാലും കളിയാണ്. ചെറിയ കുഞ്ഞു മാവയല്ലേ, നമുക്ക് തൊടാനും താനൊരു പേടിയുള്ള ഒരു ടൈമാണല്ലോ. എന്തായാലും ചടങ്ങ് അങ്ങനെ കഴിഞ്ഞു. കണ്ടില്ലേ, സുന്ദരക്കുട്ടനെ കണ്ടില്ലേ,